Hello friends, welcome to 𝙤𝙤𝙬𝙬 goodhappenshereajay स्वागതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് Asianet ഫൈബറിനെ കുറിച്ചാണ്. അപ്പോൾ Asianet ഫൈബറിന്റെ നമുക്ക് കണക്ഷൻ എടുക്കുമ്പോൾ എത്ര ചാർജ് വരും, മോഡത്തിന് നമ്മൾ ചാർജ് കൊടുക്കണോ, ഏത് മോഡാണ് ബ്രാൻഡിൻ്റെ മോഡാണ് നമ്മൾ കൊടുക്കുന്നത്, അതുപോലെ പ്ലാൻ ഡീറ്റെയിൽസും അതുപോലെ എന്താ പറയുക അതിൻ്റെ ഒരു എന്താ പറയുക നമുക്ക് ഒരു ആനുവൽ പ്ലാനും അതുപോലെ ക്വാർട്ടർ പ്ലാൻ അങ്ങനത്തെ പ്ലാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഫുൾ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ബ്രദർ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ Asianet ഫൈബർ ഉള്ള വീട്ടിൽ. അപ്പോൾ നമുക്ക് കണക്ഷൻ കിട്ടിയതിൻ്റെ ഡീറ്റെയിൽസും ഫുള്ളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ എത്ര ഫസ്റ്റ് നമുക്ക് പേയ്മെൻറ്റ് എത്ര ചെയ്യണം എന്നൊക്കെ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ താഴെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ പുതിയൊരു പേജ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് പോയിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് യൂട്യൂബ് കമൻറ്റ് ചെയ്താലും മതി, നമ്മളെപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചാറ്റ് പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ മെസ്സഞ്ചറിൽ അയച്ചാലും മതി. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മളൊരു വാട്സപ്പ് നമ്പർ, ഒരു ബിസിനസ് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്താൽ നമ്മളിപ്പോൾ തന്നെ അതിൽ തന്നെ റിപ്ലൈ തരുന്നതാണ്. പിന്നെ നമ്മളൊരു ആമസോണിൻ്റെ നമ്മളൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് അതുപോലെ ബെസ്റ്റ് ടോപ്പ് 5 ഗാഡ്ജറ്റ്സ് ഓഫ് എല്ലാ ഏരിയയിലത്തെ നമ്മൾ ടോപ്പ് 5 ഗാഡ്ജറ്റ്സിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാൻ പറ്റും. ആമസോണിൻ്റെ ലിങ്കാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റോറിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ബ്രദർ ഇപ്പോൾ Asianet ഫൈബറിൻ്റെ കണക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി. ഇപ്പോൾ ബേസിക് പ്ലാൻ ഉണ്ട് എത്തിക്കുന്നത്. അപ്പോൾ ബേസിക് പ്ലാൻ വരുന്നത് 399 ആണ്. 399 നമുക്ക് പ്ലാൻ ഡീറ്റെയിൽസ് ഞങ്ങൾ എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 399 നമുക്ക് പ്ലാൻ വരുന്നത് 30 MB/s അതുപോലെ 3000 GB per month ഒക്കെയാണ്. നമുക്ക് അത് സെയിം ആണ്, നമ്മുടെ BSNL ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മോഡം അവർ നമുക്ക് ഒരു റെൻറ്റ് ബേസ് അല്ല, ശരിക്കും അത് ഫ്രീ ആണ്. ശരിക്കും ആക്ച്വലി മോഡം നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു മോഡം പണ്ട് നമുക്ക് മോഡം കൊടുത്തിട്ടുണ്ട്, നോക്കിയുടെ മോഡൊക്കെ ഇരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ സ്കൈവർത്ത് എന്ന് പറഞ്ഞിട്ട് മോഡങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർ കൊടുക്കുന്നത് GXൻ്റെ മോഡം തന്നെയാണ്, Gen 6ൻ്റെ മോഡം. അത് തന്നെയാണ് നമുക്ക് BSNL മോസ്റ്റ്ലി എല്ലാ ഒരു കണക്ഷൻ എടുക്കുമ്പോഴും Gen 6ൻ്റെ മോഡം ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. ആദ്യം നമുക്ക് നെറ്റ്ലിങ്ങിൻ്റെ മോഡൊക്കെയാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ Gen 6ൻ്റെ മോഡം എന്ന് പറയുന്നത് നമുക്ക് അറിയായിരിക്കും. Gen 6 നല്ല ബ്രാൻഡ് മോഡാണ്, യൂറോപ്യൻ ബ്രാൻഡാണ്. അപ്പോൾ നല്ല സെക്യൂരിറ്റി ഫീച്ചറൊക്കെ ഉള്ള. അപ്പോൾ Gen 6ൻ്റെ മോഡൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. ഇപ്പോൾ അത് BSNL ആണെങ്കിലും ശരി, Asianet ആണെങ്കിലും ശരി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഹുവാവേക്ക് കിട്ടുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഹുവാവയുടെ ഒക്കെ സൂപ്പർ സാധനങ്ങളാണ്. ഹുവാവേ നോക്കിയൊക്കെ ആണെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഇപ്പോൾ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ പ്രൊവൈഡേഴ്സും Asianet കൊടുക്കുന്നത് Gen 6ൻ്റെ മോഡൽ തന്നെയാണ്. ഇപ്പോൾ ശരിക്കും ആക്ച്വലി റേറ്റ് വന്നത് 2400 സംതിങ് ആണ് റേറ്റ് വന്നത്. നമുക്ക് 3 മാസത്തേക്ക് മോഡടക്കം ബേസിക് പ്ലാൻ കേട്ടോ. 399 പ്ലാൻ വരുമ്പോൾ ആദ്യം 2500 നമ്മൾ അടച്ചിട്ടുണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കണക്ഷനും കാര്യങ്ങളൊക്കെ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ കിട്ടി. നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവർ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ എറണാകുളത്ത് ആയതുകൊണ്ട്, ആക്ച്വലി എറണാകുളത്തായിരുന്നത്, എറണാകുളത്തായതുകൊണ്ട് ടൗണിലായതുകൊണ്ട് തന്നെ MG റോഡിൻ്റെ അടുത്തായിട്ട് പെട്ടെന്നാവാൻ കാരണമായിരിക്കും. പക്ഷേ നമുക്ക് എറണാകുളത്തെ ടൗൺ സിറ്റിയിലൊക്കെ Asianet ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റാണ് കൊടുക്കുന്നത്. പക്ഷേ മോസ്റ്റ്ലി കുറച്ച് സ്ഥലത്തൊക്കെ ഈ ഏജൻസി വഴി കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഏജൻസി വഴി ആകുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ പെടും. അത് എല്ലാം ബ്രാൻഡായാലും കണക്കാണ്. അപ്പോൾ നമ്മൾ BSNL ആയാലും ശരി, BSNL ഫുൾ ഏജൻസിയാണ്. അപ്പോൾ അത് ഫുൾ LCOക്കാരാണ് ചെയ്യുന്നത്. അതിലും BSNL തന്നെ ചെയ്യുന്ന LCOക്കാരുണ്ട്. അപ്പോൾ അതിന് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. എൻ്റെ അങ്ങനെ BSNL മാത്രം ചെയ്യുന്ന ഏജൻസികളാണ്. ഈ എല്ലാം കൂടി ചെയ്യുന്ന ഏജൻസികൾ ഉണ്ടെങ്കിൽ നിങ്ങളത് എടുക്കാണ്ടിരിക്കുകയായിരിക്കും മാക്സിമം. എന്ന് വെച്ചാൽ അവരെ അവോയ്ഡ് ചെയ്യായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ അവർക്ക് എല്ലാത്തിൻ്റെയും കംപ്ലയിൻറ്റ് വരുമ്പോൾ ഇവരെല്ലാം കൂടി ഒരു ONT ഡിവൈസും ONU എന്നൊക്കെ എടുത്തിട്ടുണ്ടാകും കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആകെ കൂടി പ്രശ്നമായിരിക്കും. പിന്നെ അങ്ങനത്തെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞായിരിക്കും 95% ആൾക്കാർക്ക് അങ്ങനത്തെയാണ് പ്രശ്നം വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ടൗണിൻ്റെ കാര്യമൊക്കെയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം സെപ്പറേറ്റ് കമ്പനി തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പ്ലാൻ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 399 പ്ലാനാണ് നമ്മൾ ബേസിക് പ്ലാൻ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 699 പ്ലാനാണ്. അത് നമുക്ക് 100 MB/s 5000 GB per month ആണ്. 5000 GB ആവശ്യമില്ല. അത് വലിയ സെയിം സ്പീഡും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമുക്ക് BSNL ആയാലും നമുക്ക് മന്ത്ലി ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ മറ്റേ BSNL 3000 GB തന്നെയാണ്, 3300 GB തന്നെയാണ്. പക്ഷേ ആവശ്യം വരാറില്ല കാര്യം. 699 പ്ലാനാണ് വരുന്നത്. അത് 100 MB/s ആണ്. പിന്നെ നമുക്ക് തന്നെ വരുന്നത് 999 പ്ലാനാണ്. അത് നമുക്ക് 150 MB/s ആണ്. അത് 5500 GB ആണ് per month വരുന്നത്. പിന്നെ നമുക്ക് ഇത് നമുക്കൊരു കൊല്ലത്തേക്ക് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ 399 രൂപയുടെ സാധനം 12 മാസത്തേക്ക് നമുക്ക് അടയ്ക്കുകയാണെങ്കിൽ 2 മാസം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഓഫർ നമുക്ക് BSNL നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മുടെ പ്ലേലിസ്റ്റ് BSNLൻ്റെ ബ്രോഡ്ബാൻഡ് ഡീൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് Asianet കാര്യം നമ്മൾ പറയുമ്പോൾ 12 മാസത്തേക്ക് 350 പ്ലാൻ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 മാസം ഫ്രീ കിട്ടും. അതേപോലെ 699 പ്ലാൻ ആയാലും 999 പ്ലാൻ ആയാലും നമുക്ക് 12 മാസത്തേക്ക് ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ 2 മാസം എക്സ്ട്രാ ഫ്രീ കിട്ടും.
അതുപോലെ തന്നെ നമുക്ക് ഇനി 6 മാസത്തിൻ്റെ ഒരുമിച്ച് അടച്ചാൽ അതിന് ഓഫർ ഉണ്ട്. 390 രൂപ 6 മാസത്തേക്ക് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസം ഫ്രീ കിട്ടും. അതുപോലെ 699 ആയാലും 999 ആയാലും നമുക്ക് 1 മാസം ഫ്രീ കിട്ടും. അതുപോലെ അത് പക്ഷേ ഈ 6 മാസത്തെയും 12 മാസത്തെയും മാത്രമേ പ്ലാനുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ പിന്നെ നമുക്കുള്ളത് ഹൈ എൻഡ് പ്ലാനുകളാണ്. നമുക്ക് 3499 പ്ലാൻ ഉണ്ട്. 5 മാസത്തേക്ക് അടക്കുകയാണെങ്കിൽ 150 Mbps സ്പീഡുള്ളത് 4000 GB ഉള്ളത്. പക്ഷേ നമുക്ക് അത് ഹോം യൂസിനുള്ളതല്ല ആക്ച്വലി അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് അധികമായിട്ട് പോകുന്നില്ല. അപ്പോൾ ഏഷ്യനെറ്റ് ഫൈബർ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ അവൈലബിൾ ആണെങ്കിൽ എടുക്കാവുന്നതാണ്. ഈ മോഡത്തിന് നമ്മൾ എക്സ്ട്രാ കാശ് കൊടുക്കാത്തതെന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക പ്രോസ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തന്നെ മോഡത്തിന് നമ്മൾ ഓൾറെഡി വാങ്ങിക്കേണ്ടി BSNL അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അവർ ഇതുവരെയായിട്ട് അത് മാറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ്. നമുക്ക് BSNL മറ്റേ മോഡം നമുക്ക് നമ്മുടെ ആക്ച്വലി ഒരു പ്രൈവറ്റ് മോഡം വാങ്ങിച്ചു വെക്കുന്ന പോലെ വാങ്ങിച്ചു വെക്കേണ്ടി വന്നു. അവർക്ക് തന്നെ അവർ തന്നെ കൊണ്ടുവന്നു. പക്ഷേ അവർക്ക് നമ്മൾക്ക് എന്തായാലും നമ്മൾ അതിൻ്റെ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഇത് വന്നു. ജിയോനും അതുപോലെ ഏഷ്യനെറ്റ് അങ്ങനത്തെ ഒന്നും നമുക്ക് മോഡം ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. എന്ത് പറഞ്ഞാലും പ്ലസ് പോയിന്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇനീഷ്യൽ ചാർജ് ഒരു 5000 രൂപ വന്നു നമുക്ക് കണക്ഷൻ എടുക്കുമ്പോൾ. ഏഷ്യനെറ്റ് ആകുമ്പോൾ നമുക്ക് 2400 രൂപ വരുന്നുള്ളൂ ബേസിക് പ്ലാനിൽ. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3000 രൂപ വരെയായിരിക്കും നമുക്ക് പ്ലാൻ കൂടുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്തായാലും ഉണ്ട്. 2000 രൂപ ഡിഫറൻസ് എന്തായാലും ഉണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ നമുക്ക് മോഡം സ്വന്തമായിട്ട് കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അതിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണത്. നമുക്ക് ഇനീഷ്യൽ ചാർജ് ഇത്ര ചിലവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏഷ്യനെറ്റിൻ്റെ ബ്രോഡ്ബാൻഡ് ഫൈബർ നിങ്ങൾക്ക് വില അവൈലബിൾ ആണെങ്കിൽ നേരിട്ട് എടുക്കാം കേട്ടോ. പിന്നെ കേരള വിഷൻ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേരള വിഷൻ്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ജിയോയും ഭയങ്കര ബോറായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ജിയോ നിങ്ങൾക്ക് അറിയായിരിക്കും, ജിയോ ഉപയോഗിക്കുന്നവർക്ക് തന്നെ നിങ്ങൾ ചോദിച്ചാൽ അറിയായിരിക്കും. ഒരു 95% ആൾക്കാർക്കും ഭയങ്കര പ്രോബ്ലമാണ്. പിന്നെ കംപ്ലയിൻറ്റ്സ് വന്നാൽ തന്നെ ഇപ്പോൾ ആരും സർവീസ് എന്ന് വെച്ചാൽ കുറേ പേര് അവർ സ്റ്റാഫും കാര്യങ്ങളൊക്കെ അവർ പോയി തിരിച്ചു വിട്ടവർ. അപ്പോൾ സർവീസൊക്കെ ഭയങ്കര മോശമാണ് ഇപ്പോൾ. പിന്നെ നിങ്ങൾക്ക് നോക്കാനുള്ളത് എയർടെലിനെയാണ്. എയർടെലും ബെസ്റ്റാണ്. എയർടെൽ ശരിക്കും ടോപ്പാണ് 1ൽ. എന്ന് വെച്ചാൽ ഫൈബർ ബ്രോഡ്ബാൻഡിൽ ടോപ്പ് നമ്പർ 1 ആണ് ഒരു ക്വാളിറ്റീൻ്റെ കാര്യത്തിലും സർവീസിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് BSNL നമ്മുടെ എന്താ പറയുക അത് നിങ്ങളുടെ ഏരിയയുടെ വൈസ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഏരിയയിൽ നൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നോക്കിയിട്ട് ചെക്ക്. അത് മുമ്പ് പറഞ്ഞിരുന്നേ അതൊരു ടെക്നിക്കാണ് ശരിക്കും. ആക്ച്വലി നമ്മളിപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിൽ ഏത് ഫൈബറാണോ ആൾക്കാർ ഉപയോഗിക്കുന്നത് നല്ല സർവീസ് ആണെങ്കിൽ അത് തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം സാധനം കിട്ടും. പിന്നെ ഈസി ആയിട്ട് കണക്ഷൻ കിട്ടാനും സുഖമാണ്. അങ്ങനെയൊന്നും ഇപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഫൈബർ കുറേ സ്ഥലത്ത് നമ്മുടെ എന്താ പറയുക ഇപ്പോൾ ഏഷ്യനെറ്റ് കുറേ സ്ഥലത്ത് പ്രോബ്ലംസ് ഉള്ള സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ ഏരിയ വൈസ് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ നമ്പറിൻ്റെ അടുത്തുള്ളതൊക്കെ ഏഷ്യനെറ്റ് ആയിരിക്കാം. അവർക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഏഷ്യനെറ്റ് എടുത്തിട്ട് കാര്യമില്ല. അതിപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ. ഇപ്പോൾ കുറേ നമ്മുടെ ഇപ്പോൾ പോസ്റ്റ് വന്ന് വരുന്ന കണക്ഷൻ്റെ ചിലപ്പോൾ ONT ഡിവൈസിൻ്റെയും ONT ഡിവൈസിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ ഒരു എന്താ പറയുക ഒരു മെജോറിറ്റി വലിയ പ്രോബ്ലം ഇല്ലാണ്ട് പോകുന്നതും ഏഷ്യനെറ്റ് തന്നെയാണ് കേട്ടോ. ഏഷ്യനെറ്റും എയർടെലും BSNL വലിയ മെജോറിറ്റി ആയിട്ട് പ്രോബ്ലം ഇല്ലാണ്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മളൊന്ന് ഏഷ്യനെറ്റിൻ്റെ കാര്യം നമ്മൾ കുറച്ച് മുമ്പ് പണ്ട് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്ലാൻ എടുക്കുകയാണെങ്കിൽ കണക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്നുള്ളൊരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വീഡിയോ എടുത്തത്. അപ്പോൾ എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. Instagram Facebook ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തൊരു പോയി കാണുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയിട്ട്. നമ്മുടെ ഫുൾ ലിങ്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക ആമസോണിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെയും കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കിൻ്റെയും കൊടുത്തിട്ടുണ്ട്. കൊല്ലം ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിലാണ്. ബൈ.